ഹായ് ഫ്രണ്ട്സ്, ഫൈനലി അങ്ങനെ നമ്മളിവിടെ സ്പൈസ് ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത് സ്പൈസ് ഗാർഡൻ വ്യൂ കാണിക്കുമെന്ന്. ഇനി നമുക്ക് അത് കാണാം. സ്പൈസ് ഗാർഡനിലെ എൻട്രി ചാർജ് നമുക്ക് GOP ഉള്ളവർക്കാണെങ്കിൽ 75 രൂപയും അതുകൊണ്ട് GOP ഇല്ലാത്തവർക്കാണെങ്കിൽ 150 രൂപയാണ്. നമ്മളിത് കണ്ടില്ലേ, എന്തായാലും വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരുപാട് ഇതെന്ന് പറഞ്ഞാൽ കൂടുതലും ഫ്രൂട്ട്സുകളാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഫ്രൂട്ട്സ്, അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ മരങ്ങളാണുള്ളത്. പിന്നെ അപ്പുറത്ത് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പല കാഴ്ചകളുണ്ട്. കാരണം വെച്ചാൽ ഇവർ നമ്മുടെ ഒരു ഒരു ചെറിയൊരു ഇത് തന്നിട്ടുണ്ട്, മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പ് അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടുപോകുന്നത്. ഒരുപാട് വ്യത്യസ്തമായി ഇതിന് മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി എൻട്രി ചെയ്യുന്ന ഭാഗത്താണ് ഈ കാണുന്ന കൂടുതൽ ഈ മരങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതലൊരു സർപ്രൈസ് ആയിട്ടുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ വലിയ ആമ, അതായത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്. കാരണം വെച്ചാൽ അത് 3 ഇതായിട്ടാണ് അവർ ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലുത്, അതിൻ്റെ ഒരു മീഡിയം ലെവൽ, പിന്നെ കുഞ്ഞുങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോയിൽ ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ മറക്കാതെ അതാണ് കാണുക, ഇത് ഫുള്ളായിട്ട് ഇത് കാണുക വീഡിയോ. അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ ഇവിടെ നമ്മൾ അതായത് ഈ പെട്രാറ്റ് അത് കണക്ക് തന്നെ അത് ഇവിടെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതും നല്ല രസമുണ്ട് കാണാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതൊരു നല്ലൊരു, കാരണം വെച്ചാൽ നമുക്ക് തന്നെ കാണുമ്പോൾ വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതായിട്ടാണ് അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ മുയൽ, അങ്ങനെ വ്യത്യസ്തമായ പല കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലുള്ളത് സ്പൈസസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. റൂട്ടിലൂടെ കാണാൻ വെച്ചാൽ അവിടെ പലയിടത്തും അവിടെ ഈ നമുക്ക് കാണാൻ വെച്ച് കഴിഞ്ഞാൽ ആരോ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു റൂട്ട് വഴിയാണ് നമ്മൾ പോകുന്നത്, നിങ്ങൾക്ക് കാണാൻ കഴിയും വീഡിയോയിൽ. പിന്നെ ഇതിങ്ങനെ നമ്മുടെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോലെയാണ് സംഭവം കാണുന്നത്. അതാണ് വെച്ചാൽ പാറകൾ, അതുകൊണ്ടൊക്കെ നമ്മുടെ തെങ്ങിൻ തടികൾ കട്ട് ചെയ്തിട്ടിട്ട് അത് നടപ്പാതകളായിട്ട് ഇങ്ങനെ നല്ല സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നു. പിന്നെ ഇവിടെ ഒരു അടക്കം ചെയ്തേക്കുന്ന ഒരു ഇത് കണ്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കൊന്ന് ഇവിടുത്തെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ഥാപകൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ഇതാണ്. കാരണം വെച്ചാൽ ഇത് ഫ്രഞ്ചുകാരുടെയാണ് ഇത് കൂടുതൽ നോക്കി കിടക്കുന്നത്. ഞങ്ങൾ മേഡത്തെ മീറ്റ് ചെയ്തായിരുന്നു. കാരണം വെച്ചാൽ പുള്ളിക്കാരി ഫ്രഞ്ചാണ്. പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കര നല്ലതായിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുക, നമ്മുടെ അടുത്ത് കാര്യങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. നല്ലൊരു ഫ്രണ്ട്ലി ടോക്കായിരുന്നു അവരുമായിട്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെപ്പോഴായാലും ഇവിടെ വരുവാണെങ്കിൽ നിങ്ങളുടെ കൈവശം GOP ഉണ്ടെങ്കിൽ നിങ്ങൾ ആ GOPയുടെ കാര്യം പറയുക. ഇല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കണക്കിന് 150 രൂപ അവർ പറയും. കാരണം വെച്ചാൽ 150 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂല്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുക നമ്മുടെ കയ്യിൽ GOP ഉണ്ട്. അപ്പോൾ അതിന് നേരെ പാതിയാണ് നമുക്ക് ചാർജ് വരുന്നത്, GOP ഉള്ളവർക്ക് ചാർജ് വരുന്നത്. അതപ്പം മറക്കാതെ ശ്രദ്ധിക്കുക. നോക്കി അവരുടെ ഒരു വ്യൂ നോക്കി, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആ വ്യൂ? അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നടന്നുകൊണ്ട് ഇന്ന് ഗസ്റ്റൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ രാവിലെ വന്നുകൊണ്ട് ഗസ്റ്റൊക്കെ വന്നു തുടങ്ങിയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഒരുപാട് പേര് വരാറുണ്ട്. ഞാൻ ഇറങ്ങാൻ നേരത്തേക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതൊക്കെ ഒരുപാട് മരങ്ങളാണ്, കുറേയൊക്കെ ഔഷധ മരങ്ങളാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇവിടെ ഒരു കോഴികളെയൊക്കെ, അതായത് നമ്മുടെ അലങ്കാര കോഴികളിലെ അതിൻ്റെ ഒരു ഗേജാണ് ഈ കാണുന്നത്. ഇവിടെ പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ കൂട്ട് വന്യമൃഗങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇപ്പം ഞാനീ നടന്നു പോകുന്നത് നമ്മുടെ ഈ വലിയ ആമ. നിങ്ങൾ തന്നെ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ നാട്ടിൽ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ മറ്റു മൃഗങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ഈ ഒരു ഐറ്റം നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഇവിടെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതാണ്. ഇവിടെ നമ്മളിപ്പോൾ പോകുന്നത് ഈ ആമ. അതുകൊണ്ടൊക്കെ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ സ്പൈസസും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്പൈസസും കൂടുതലാണ്. അവിടെ മെൻഷൻ സ്പൈസസും അതുകൊണ്ടൊക്കെ തന്നെ ടോർട്ടോയ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്കപ്പോൾ ഒരു ഗൈഡിൻ്റെ ആവശ്യമില്ല. നമുക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട് കാര്യങ്ങളായിട്ട് പോകാം. അവർ ആ മാപ്പ് എന്നിട്ട് അത് നോക്കിയാലും മതി. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞ ഐറ്റം എത്തിയിരിക്കുകയാണ്. അവിടെ നോക്കി അവന്മാർ ഇങ്ങനെ കിടക്കുകയാണ്. നോക്കി, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ടുണ്ടോ ഇതിനു മുമ്പ്? എന്ത് സൈസാന്ന് നോക്കി, നല്ല അഡാറ് സൈസ്. നോക്കി, നമ്മൾ വന്നപ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ മേപ്പോട്ട് തലയൊക്കെ പൊക്കി ഇങ്ങനെ നോക്കുവാണ്. ഇതാണ് ഇവിടെ ഏറ്റവും കാരണം വലുതായിട്ട് ഇവിടെ ഞാൻ കണ്ടത്. അതുകൊണ്ടൊക്കെ എനിക്ക് അപ്പുറത്തെ ഭാഗത്ത് ചെറിയ അതിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും ഉണ്ട്. അതിൻ്റെ മീഡിയം ടൈപ്പും ഉണ്ട്. മീഡിയം ടൈപ്പ് 3 ഇതായിട്ടാണ് ഇവർ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടേക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. നോക്കി, എന്ത് രസമുണ്ട് കാണാൻ.
പിന്നെ ഞാൻ അവിടുന്ന് മൂവായി. ഈ കാണുന്നതാണ് ചെറിയ കുഞ്ഞുങ്ങൾ. ഇതിൻ്റെ കാണാൻ അവിടെ കുഞ്ഞുങ്ങളാണിത്. ഇതിൻ്റെ വളരെ ചെറിയൊരു ഗേജിനകത്തായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ അവിടുന്ന് മ്യൂസിയം കാണാൻ. ഇതിനകത്ത് നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് കയറുന്നത് കാരണം വെച്ചാൽ അവർ കൃത്യം എഴുതി വെച്ചിട്ടുണ്ട് ചെരുപ്പോ ഷൂ ഉണ്ടെങ്കിൽ പുറത്തിട്ട് കയറണമെന്ന്. അപ്പോൾ ഇതിനകത്ത് കയറിയപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള പഴയ കുറേ ഷിഷേൽസിലെ കുറേ മാപ്പും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല പിക്ചർ ഫ്രെയിമുകളും അതുപോലെ പഴയകാല പത്രങ്ങളുടെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നതും ഷിഷേലിനെ കുറിച്ച് മെൻഷൻ ചെയ്തേക്കുന്നതും കണ്ടു. അവിടുന്ന് ഇങ്ങനെ മൂവായി. പിന്നെ ഇവിടെ ഇവരിങ്ങനെ വെച്ചേക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കണ്ടില്ല, ഇവിടുത്തെ പഴയ മാപ്പുകൾ അതുപോലെ തന്നെ പഴയകാല ലിപികളും മാപ്പുകളും പിന്നെ അപ്പുറത്ത് പഴയ നാണയങ്ങൾ കണ്ടില്ല. ഇത് ശംഖുകളാണ്, നാണയങ്ങൾ അത് കഴിഞ്ഞിട്ടാണ്. ഇത് ഇവിടെ നമ്മുടെ ഇവിടെ ശംഖുകളൊക്കെയാണ്. പിന്നെ നമുക്ക് നാണയങ്ങൾ പഴയ നാണയങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ എങ്ങനെയായാലും നമ്മൾ ആ ഒരു ക്യാഷ് ചിലവാക്കണം. അതിന് നമുക്കൊരു ഇതുണ്ട്. കാരണം വെച്ചാൽ എന്താണെന്ന് പറയുന്നതിന് ഒരു വാല്യൂ ഉണ്ട്. കാരണം വെച്ചാൽ ക്യാഷ് നമ്മൾ സ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിവിടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഇത്രത്തോളം ഒരു വ്യത്യസ്തമായ കാഴ്ചകളാണ്. നോക്കിയാൽ പഴയ മാപ്പുകൾ പല വ്യത്യസ്തമായിട്ടുള്ള ഇതും ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഭൂപടങ്ങൾ കണ്ടില്ലേ, ഇത് വിക്ടോറിയയുടെ ഒരു ഇതാണ് മാപ്പാണ് കൊടുത്തേക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഇതെല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വ്യത്യസ്തമായ ഇവിടുത്തെ കൾച്ചറിൻ്റേതായിട്ടുള്ള ബന്ധപ്പെട്ടാണ് കൂടുതലും കാണാൻ വെച്ചാൽ ആ ഒരു ഇത് കൊടുത്തേക്കുന്നത്. ആ ഒരു പടങ്ങൾ നമ്മൾ കണ്ടത് അവിടെ നിന്ന് ഇങ്ങനെ കണ്ട് ഞാനിങ്ങനെ മൂവായി. അതാണ്ട് ഇതൊരു നല്ല രസമുണ്ട് കാണാൻ. നിങ്ങളിതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങളെനിക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ഞാൻ മാക്സിമം നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. കാരണം കണ്ടില്ലേ, നമ്മളൊരു ഐലൻഡിലോ അല്ലെങ്കിൽ നമ്മളൊരു രാജ്യത്ത് പോകുകയാണെങ്കിൽ അവിടെ അവിടുത്തെ ഇത് കണക്ക് മ്യൂസിയങ്ങളാണെങ്കിലും അവിടുത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കണം. കാരണം വെച്ചാൽ എനിക്ക് ഇവിടെ ഞാനിപ്പോൾ ഇതിനു മുമ്പ് ബഹ്റിനിലും അത് കണക്ക് തന്നെ ഈ പറയുന്ന കണക്ക് തന്നെ ഗാനയിലും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഗാന ഞാൻ 1-2 സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷേ ബഹ്റിനിൽ ഞാൻ അധികം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടില്ലാണ്. വെച്ചാൽ ചെറിയൊരു രാജ്യമാണ് അത്. പക്ഷേ ഇവിടുത്തെ കൂട്ടല്ല. ബഹ്റിനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടൈമിൽ ഇതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിയുകയില്ലായിരുന്നു. കാരണം വെച്ചാൽ നമുക്കിങ്ങനെ ആ ഒരു ഇപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ടും എനിക്ക് ഐഡിയ കിട്ടിയത്. ഇവിടുത്തെ ഒരു ചെറിയ ഷോപ്പാണ്. ഇവിടെയും പറയുന്ന കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ആർട്ട് വർക്കുകൾ കാണിച്ച് മറ്റേ കൊക്കോട്രീയുടെ ആ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ വ്യത്യസ്തമായ കളർഫുള്ളായ തുണികൾ, ഡ്രസ്സുകൾ. വലിയ എക്സ്പെൻസ് റേറ്റ് ഇല്ല. നമ്മൾ നോക്കുവാണെങ്കിൽ റേറ്റും കുറവാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു ആമയുടെ അതായത് നല്ല രസമുണ്ട്. ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോകണം കാണാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു ഇതിലാണ് നമ്മുടെ കോക്കനട്ടിലാണ് അവരത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. 170 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. 170 സിഷൽ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നോക്കി എന്ത് രസമുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ ഇവിടെ ചോദിച്ചു. കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ ആണെങ്കിൽ അവർ അലൗ ചെയ്യില്ല. അപ്പോൾ ഇവിടുത്തെ മേഡം പറഞ്ഞു നമുക്ക് വീഡിയോ എടുത്തോളൂ, പക്ഷേ എൻ്റെ വീഡിയോ എടുക്കരുത്. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും അവരുടെ അടുത്ത് ചോദിക്കണ്ടേ. ഇപ്പം നമ്മൾ ഏതൊരിടത്ത് സ്ഥാപനത്തിൽ പോകണമെങ്കിലും ഇവിടെ പോകണമെങ്കിലും നമ്മളൊരു പെർമിഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ പെർമിഷൻ എടുത്തിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. നോക്കുക, അത് കോക്കനട്ടിൻ്റെ ഷെല്ലിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല രസമുണ്ട്. നോക്കിയാൽ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നാട്ടിൽ പോകുമ്പോൾ ഞാൻ ഇതെടുത്ത് മേടിക്കും ഇവിടെ വന്നിട്ട്. എന്നിട്ട് നമുക്കൊരു നമുക്കൊരു മെമ്മറബിൾ ആണ് ഇതൊക്കെ നമ്മൾ മേടിച്ചിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്. കുറേ നേരം ഞാനിവിടെ ഇങ്ങനെ ഇതെല്ലാം കാഴ്ചകൾ കണ്ട് സ്പെൻഡ് ചെയ്ത് നോക്കി. നല്ല ആമയുടെ കൂട്ട് തന്നെ നല്ലതായിട്ട് ആ ഒരു ആർട്ട് വർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടുന്ന് ഇറങ്ങി ഇവിടെ പിന്നെ കുറച്ച് നേരം ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് കണ്ടു. നല്ല വ്യൂ അല്ലേ, നോക്കിയേ എന്ത് രസമുണ്ട് കാണാൻ. ഇവിടെ കുറേ നേരം ഞാനിവിടെ ഇങ്ങനെ ഇറങ്ങി സ്പെൻഡ് ചെയ്തു. പല ഗസ്റ്റുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അവരും ഇങ്ങനെ ഇതിനെക്കുറിച്ച് കാണിച്ചു നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് തന്നേക്കുന്നത് അതിങ്ങനെ നോക്കി പോവുകയാണ്. അതുകൊണ്ട് ഇത് ഓറഞ്ചാണ്. നമ്മുടെ നാട്ടിലുള്ള ഉണക്കാണ് ഓറഞ്ചാണ് ഇത്. കാരണം വെച്ചാൽ ഓറഞ്ചിൻ്റെ മരമാണ്. വ്യത്യസ്തമായ പല ഫ്രൂട്ട്സും കണ്ടു. കാരണം വെച്ചാൽ വ്യത്യസ്തമായ ഞാൻ ഇന്നേ വരെ കാണാത്ത പല ഫ്രൂട്ട്സ് ഇതിനകത്ത് കണ്ടു. പിന്നെ കുരുമുളകൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ കിടക്കുവാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് ഇതായിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമ്മുടെ സ്പൈസസിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഐറ്റമാണ് കുരുമുളക്. അതിൻ്റെ കൂടി കണ്ടില്ലേ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് ചെടികളും അതുകൊണ്ടൊക്കെ മരങ്ങളും ഒക്കെ കണ്ടു. ഇത് നമ്മുടെ മറ്റേ ഒരു ആത്തക്ക ഉണ്ടല്ലോ, ആ ഒരു ഇതാണ് മുള്ളാത്തക്കയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അതാണ്ടേ
ഇതാണ് നമുക്ക് ത്രില്ലായിട്ട് തോന്നിയത്. മറ്റേ നമ്മുടെ എന്താണ് പെട്രാറ്റ്, അതായത് നമ്മളെ ഈ നല്ല രസമല്ലേ കാണാൻ. നോക്കി, ഇപ്പം നമ്മുടെ നാട്ടിലും ഏറ്റവും കൂടുതൽ വീടുകൾ ഇതിനെ വളർത്തുന്നുണ്ട്. ഞാൻ ഇവിടെ കുറേ നേരം ഇവിടെ വീഡിയോ എടുത്തു. അവരെ അത്ര ഇതായിട്ട് നോക്കി, നല്ല ക്യൂട്ട്നെസ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതുകൊണ്ടൊക്കെ നിങ്ങളാരെങ്കിലും വീട്ടുകളിൽ ഇതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നോക്കി, എല്ലാം വെള്ളം കുടിക്കാൻ വരുന്നത്. വാവ്, അവർ വരുന്നു, വെള്ളം കുടിക്കുന്നു, പിന്നെയും പോയി ഇച്ചിരി ഇല കഴിക്കും. ഇത് ഭയങ്കര ഇവർ കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതാണ്. കാരണം വെച്ചാൽ എന്ത് ക്യൂ നിന്ന് വരുന്നവണൊക്കെയാണ് വരുന്നത്. കുറച്ച് കഴിക്കും, അടുത്ത ആൾ വരും. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഇത് നമ്മുടെ ഇവരുടെ ഒരു ചെറിയൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഫാം. ഇത് നല്ല രസമില്ലേ കാണാൻ. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇതല്ലേ കാണാൻ. നോക്കി, ആകാശം, കടൽ, സൂപ്പറല്ലേ? അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.